പ്രിയദർശിനി സർവീസ് മൂലം സ്വകാര്യ ബസ്സുകൾക്കുണ്ടാവുന്ന നഷ്ടം പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കും. വയനാട്ടിൽ സ്വകാര്യ ബസ്സുകൾ സ്വന്തം നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു. എന്തായാലും ഞാനിപ്പോൾ തന്നെ അത് പറയുന്നതിൽ തെറ്റില്ല. പ്രിയദർശിനി വന്നതുകൊണ്ട് സാമ്പത്തികമായ ഉണ്ടായ റൂട്ടുകളുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു ഔദ്യോഗികമായൊരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ മുമ്പിൽ ബന്ധപ്പെട്ട ആളുകൾ മൊഴി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് സർക്കാർ മനസ്സിലാക്കുകയും ചെയ്യും. കാലോചിതമായ മാറ്റം പരിശോധിക്കണമെന്ന് നിശ്ചയിച്ച ഒരു കൺസെഷൻ നിരക്ക് ആർക്കും ഒറ്റയടിക്ക് അവരുടെ നിലയ്ക്ക് മാറ്റുന്നത് ഒരു ഭംഗിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എല്ലാവരോടും, വിദ്യാർത്ഥി സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ചോദിക്കാം, എന്താണ് അവരുടെ അഭിപ്രായം ചോദിക്കാം. ശാന്തകുമാർ വെള്ളാരത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാന്തകുമാർ, ഒരു പഠനവും നടത്താതെയാണ് നിലവിൽ ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്ന പോലെയാണ് നിലവിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം തന്നെയാണ് ജീവനക്കാരോട്, സ്വകാര്യ ബസ്സുകാരോട് മറ്റ് വരുമാന സ്രോതസ്സൊക്കെ തേടാൻ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വയനാട്ടുകാരിപ്പോൾ നടപ്പാക്കുകയാണ്. കാരണം അവർ സ്വന്തം നിലക്ക് തന്നെ വരുമാനം വർദ്ധിപ്പിക്കാൻ വിദ്യാർത്ഥികളുടെ നിരക്കൊക്കെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. അതിലൊരു നടപടി ഉണ്ടാകുമോ? മറ്റ് ഈ കമ്മിറ്റി വരുന്നതിനെപ്പറ്റി എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശ്യാമിനി, സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ് ഈ പ്രിയദർശിനി സർവീസ് മൂലം. അത് തന്നെയാണ് ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ ഒരു സമരത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു സമരത്തിലേക്ക് കടക്കുന്നത് ഒരു നഷ്ടത്തിൻ്റെ ഭാഗമായാണെങ്കിൽ അവ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിയെ തന്നെ ഇപ്പോൾ തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. അതായത് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പരാതി ഏത് വിധത്തിലാണ് ഈ നഷ്ടം സംഭവിക്കുന്നത് എന്നുള്ളത് ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും ഒക്കെ മൊഴി നൽകാം. അതിനനുസരിച്ച് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയിലേക്ക് പോകാം എന്നാണ് ഇപ്പോൾ മന്ത്രി തന്നെ ഒരു കാര്യം പറയുന്നത്. നേരത്തെ ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകൾ അവർ തന്നെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നോക്കണമെന്ന് നേരത്തെ പറയുകയുണ്ടായി. അത്തരത്തിൽ ആ കാര്യങ്ങളെല്ലാം ഓരോ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വയനാട്ടിലാണ് ഈ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, എങ്കിൽ അതൊരു ഭംഗിയുള്ള കാര്യമല്ല. അത് വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ മന്ത്രി സി പി ജോൺ എത്തിയിരിക്കുന്നത്. എന്തായാലും അക്കാര്യം വിദ്യാർത്ഥി സംഘടനകളുമായി കൂടിയാലോചന നടത്തും. ഒപ്പം തന്നെ സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയിലായത് ഈ ഒരു പ്രിയദർശിനി സർവീസ് വന്നതുകൊണ്ട് മാത്രമല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്വകാര്യ ബസ്സുകൾ 30,000-ഓളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 7,000-8,000-ലേക്ക് ചുരുങ്ങിയത് അത് ഈ പ്രിയദർശിനി സർവീസ് വന്നതുകൊണ്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അത് വരുന്നതിന് മുമ്പേയുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. സ്വകാര്യ ബസ് ഉടമകൾക്ക്, സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഉണ്ടായ പ്രതിസന്ധി എന്താണെന്ന് പരിശോധിക്കാനും അല്ലെങ്കിൽ അതേക്കുറിച്ചൊരു പഠനം നടത്താൻ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എങ്കിൽ ഈ സർക്കാർ അവയെല്ലാം തീരുമാനിക്കും, അവയെല്ലാം പഠനം നടത്തും, അതിനൊരു വ്യക്തമായ തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ശരി, എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ സ്വകാര്യ ബസ്സുകൾക്ക് എത്രമാത്രം നഷ്ടമൊക്കെ ഉണ്ടാകുമെന്ന്. അതിനൊരു പ്രത്യേക കമ്മിറ്റിയെ നിയമിക്കും എന്നാണ് നിലവിൽ ഗതാഗത മന്ത്രി സി പി ജോൺ പറയുന്നത്.